എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരിങ്ങക്കോലും മാങ്ങയും കൂടെ തേങ്ങ അരച്ച് ചാറ് വെക്കാൻ പോവുകയാണ്. അതിനിവിടെ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി സവോളയും ഉപ്പും ഒഴിച്ചതാണ്. മഴക്കാലമൊക്കെയാണ്, പക്ഷേ ഇന്ന് ഒരു ചെറിയ കൂണാണ് കിട്ടിയത്. പക്ഷേ കൂണ് കളയാൻ പറ്റുമോ? അതുകൊണ്ട് കൂണ് ഒരുക്കിയെടുത്ത് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ള തേങ്ങ, ഉള്ളി, മുളകൊക്കെ റെഡിയാക്കാം. ഇത് കൂണിനുള്ള തേങ്ങയാണ്. ഒരു ചിരവ് തേങ്ങയേ ഉള്ളൂ. 2 മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിടാം. ഉള്ളി അരിഞ്ഞിട്ടു. ഇനി നമുക്ക് കൂണ് കഴുകി വാരി ചട്ടിക്കകത്താക്കി ഇതും കൂടെ ചേർത്ത് മുളക് അരച്ചു ചേർത്ത വീഡിയോ പിടിച്ചില്ല. മുളക് അരച്ചത് കാണിക്കാനും പറ്റില്ല. തേങ്ങ, ഉള്ളി, മുളക്, മഞ്ഞളാണ് അരച്ച് ചേർത്തത്. കടുക് പൊട്ടിക്കാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ഒഴിക്കുന്നൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനിത് 2 കൂട്ടത്തിനാണ് കടുക് പൊട്ടിക്കുന്നത്. ഇവിടെ കൂണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനും ചക്കക്കുരു വെച്ചാറും കൂടെ. കടുക് പൊട്ടി ഉള്ളിലിട്ടു. ഉള്ളി മുക്കുമ്പം കരിയാപ്പില, കറിവേപ്പില ഇടാം. ഇനി ഇത് മൂക്കുമ്പം ഇത് കൂടെ കുറച്ചെടുത്ത് നമ്മുടെ ചക്കക്കുരു ചാറിനകത്തേക്ക് ഒഴിക്കും. ബാക്കിക്കകത്തോട്ട് കൂണ് ഇടും. ഉള്ളി മൂത്ത് വന്നു, കരിയാപ്പില ഇട്ടു, അതും മൂത്തു. ഇനി നമുക്കിതിൻ്റെ കുറച്ചെടുത്ത് ഈ ചക്കക്കുരു ചാറിനകത്തോട്ട് ഒഴിക്കാം. ചക്കക്കുരു എല്ലാം മാങ്ങയും മുരിങ്ങക്കോലും കൂടെ വെച്ചതിനകത്തേക്ക് അല്പം കൂടെ കോരി എടുക്കാം. കൂണൊരല്പമല്ലേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ, കൂണ്, മുളക്, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തു. ഇച്ചിരി ഉപ്പ് നീര് ഒഴിച്ചിനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കൂണിനകത്ത് അല്പം ഉപ്പ് നീര് ഒഴിക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല തീക്കനമുള്ള ചട്ടിയാണ്, അതുകൊണ്ട് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൂണ് കറിയും കൂടെ റെഡിയായാൽ ചോറുണ്ണാം. കൂണ് കറി എന്തായെന്ന് നോക്കിക്കേ. വെന്തിട്ടുണ്ട്. മൺചട്ടി വെക്കുന്ന പോലെ കുക്കിയല്ല അല്ലേ. ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ടൊക്കെ ഇട്ടുകൊണ്ട് അതിച്ചിരി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൂണല്ലേ, എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് അല്ലേ. അപ്പം നമ്മുടെ തീ കെടുത്താറായെന്ന് തോന്നും. മൂടി വെച്ചേക്കാം. തീ കുറഞ്ഞായിരിക്കുന്നേ. കെടുത്തി ഇനി 1 മിനിറ്റ് വേണേൽ അവിടെ മൂട തുറക്കാതെ ഇരിക്കുമ്പോഴത്തേനും ശരിയായിക്കോളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂണുകറിയുടെ അഭിപ്രായം പറയണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.